പിന്നെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ആദ്യത്തെ 2 വേരിയൻറ്റിൽ ഉണ്ടായിരിക്കില്ല. അത് ചെറിയൊരു മോശം കാര്യമാണ് എന്ന് പറയാം. സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് രണ്ടാമത്തെ വേരിയൻറ്റിലുണ്ട്. പക്ഷേ രണ്ടാമത്തെ വേരിയൻറ്റിൽ ടച്ച് സ്ക്രീൻ ഇല്ല. പക്ഷേ രണ്ടാമത്തെ വേരിയൻറ്റിൽ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസിൻ്റെ ഇപ്പോൾ 4 സ്പീക്കറുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റാണ്. പക്ഷേ ഇതിൽ നമുക്ക് സൺറൂഫ് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും D4 സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് സ്റ്റാൻഡേർഡ് ആക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനും ഒരു ലേക്ക് കൊടുക്കണം. കാരണം ഈ ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ലോറിയിൽ ഇടിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത്, അതായത് ഓൾറെഡി 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനമാണ് ടാറ്റ പഞ്ച്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് മാറി തൈ സപ്പോർട്ട് കൂടി ആൾട്രോസിൻ്റെ പോലെ ആയി എന്നുള്ളതാണ്. പക്ഷേ അത് എല്ലാ വേരിയൻറ്റ് എടുക്കുന്നവർക്കും ഇല്ല. സ്പെയർ വീൽ എല്ലാവർക്കും കിട്ടില്ല. ഇത് മൂന്നാമത്തെ വേരിയൻറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സ്മാർട്ടോ അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള പ്യൂർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെയർ വീൽ കിട്ടില്ല. ഒരു പഞ്ചർ കിറ്റ് മാത്രമേ പഞ്ചിൻ്റെ കൂടെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഹോണിൻ്റെ ഭാഗത്ത് 2-3 ഹോളൊക്കെ ഇട്ടിട്ടുള്ള കുറച്ചൊരു വൃത്തികേടുള്ള ഒരു ടൈപ്പായിരുന്നു ഈ ഒരു ഭാഗം, ഈ ഒരു നോസിൻ്റെ ഭാഗം. ഇതിപ്പോൾ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ടാറ്റ പഞ്ച് എത്തിയിട്ടുണ്ട്. ബേസ് വേരിയൻ്റൊക്കെ 10,000 മുതൽ ടോപ്പ് എൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ 60,000 മുതൽ 70,000 രൂപ വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. 8 വേരിയൻറ്റിലായിട്ടാണ് ഇപ്പോൾ ടാറ്റ പഞ്ച് നമുക്ക് കിട്ടുക. സ്മാർട്ട്, പ്യുർ പ്ലസ്, പ്യുർ പ്ലസ് എസ്, അഡ്വഞ്ചർ പ്ലസ് എസ്, അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് എന്നിങ്ങനെ വേരിയൻറ്റുകളാണ്. ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള അക്കംപ്ലിഷ്ഡ് ആണിത് ഞാനിപ്പോൾ ഈ ചാരി നിൽക്കുന്ന മോഡൽ. അപ്പോൾ ഈ വില കൂടി ഡിസൈൻ മാറി വന്നപ്പോൾ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുക എന്നുള്ളതും ഏത് വേരിയൻ്റ് എടുക്കുന്നതാണ് നമുക്ക് ലാഭം എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ പുതിയ ടാറ്റ പഞ്ചിലെ ഏറ്റവും അധികം മാറ്റം എവിടെ സംഭവിച്ചുള്ളത് വെച്ചാൽ ഈ ഒരു മുൻവശത്താണ് എന്ന് പറയാം. സൈഡും റിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇതൊരു ഫ്രഷ് ലുക്ക് തരുന്നുണ്ട്. നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു LED DRL ടോപ്പിൽ വന്നു. നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റൊക്കെ ഇവിടുന്ന് ഒരു റൗണ്ട് ഷേപ്പ് മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടി ആ ഒരു EVയിലൊക്കെ കാണുന്ന പോലെ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എയർ ഡാമിൻ്റെ ഏരിയയൊക്കെ ഒരുപാട് ട്രൈയാരോ ഡിസൈനും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഹൊറിസോണ്ടൽ ലൈൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു സിൽവർ ഫിനിഷൊക്കെ കാണാം. അത് കാണുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു കാഴ്ചയിൽ കുറച്ച് വലിപ്പം കൂടുതലൊക്കെ ഫീൽ ചെയ്യാൻ ആ ഒരു എയർ ഡാമിൻ്റെ ഏരിയയിലുള്ള ഒരു ഡിസൈൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി ഏതൊക്കെ വേരിയൻറ്റിലാണ് ഇനി ഈ ചേഞ്ചസ് നമുക്ക് ആരംഭിക്കുന്നത് ചോദിച്ചാൽ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. അതും ഫോളോ മീ ഹോം ഫീച്ചറോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് പക്ഷേ 4ാമത്തെ വേരിയൻറ്റ് മുതലാണ് നമുക്ക് ലഭിക്കുക എന്ന് പറയാം. ഇനി LED DRLലേക്ക് വന്നാൽ നമുക്ക് ടോപ്പിലെ 2 വേരിയൻറ്റിൽ മാത്രമേ ഈ ഒരു LED DRLs ലഭിക്കുകയുള്ളൂ. അത് നൈസ് ആയിട്ടുണ്ട്. നമുക്ക് പഴയ ജനറേഷൻ പഞ്ച് കാണുന്നവർക്കറിയാം ഇവിടെ ഹോണിൻ്റെ ഭാഗത്ത് 2-3 ഹോളൊക്കെ ഇട്ടിട്ടുള്ള കുറച്ചൊരു വൃത്തികേടുള്ള ടൈപ്പായിരുന്നു ഈ ഒരു ഭാഗം, ഈ ഒരു നോസിൻ്റെ ഭാഗം. ഇതിപ്പോൾ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട് ലുക്ക് എനിക്ക് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ആ ലോഗോ കാണപ്പോൾ ഒരു മൊഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. ഇനി ഇവിടെ കുറവുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് നമുക്ക് ആകെ ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് നമ്മൾ കാണുന്നത് ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആയിട്ട് കൂടി നമുക്കിതിൽ ഫോഗ് ലാമ്പ് കിട്ടുന്നില്ല. അത് കോർണറിങ് ഫംഗ്ഷനോട് കൂടിയിട്ടാണ് വരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ആക്സിഡേറ്റ് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും പുറത്ത് വേണമെങ്കിലും ഒക്കെ ഫിറ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയാം. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്, 4ാമത്തെ വേരിയൻ്റ് മുതൽ കിട്ടുന്നുണ്ട് എന്ന് പറയാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 360 ഡിഗ്രി ക്യാമറയാണിത്. മുൻവശത്ത് നമുക്ക് ഇത്രയും ചെറിയ വണ്ടിയിൽ അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ ആരംഭിക്കുന്ന വണ്ടിയിലും നമുക്ക് 360 ക്യാമറ വന്നിട്ടുണ്ട്. ഇത് 5ാമത്തെ വേരിയൻറ്റ് മുതൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അഡ്വഞ്ചർ വേരിയൻറ്റ് മുതൽ തന്നെ നമുക്ക് 360 ക്യാമറ ആരംഭിക്കുന്നുണ്ട്. അതിനൊരു ലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ലേക്ക് 360 ക്യാമറയ്ക്ക് ഇരിക്കട്ടെ. കാരണം ടാറ്റ പഞ്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബിഗിനേഴ്സ് എടുക്കുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ബയേഴ്സ്, കാർ ബയേഴ്സ് വാങ്ങുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അവരൊക്കെ ഇത്രയും കിടിലൻ ഫീച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാലും, അതുപോലെ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയവരും അത്തരത്തിൽ ഒരു യൂണിസെക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് എന്ന് പറയാം. നമുക്ക് അവർക്ക് 360 ക്യാമറ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചർ വേരിയൻ്റ് എടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ മുൻവശത്തെ ചേഞ്ചസ് കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് വന്നാൽ പഴയ പഞ്ചുമായിട്ട് പ്രത്യേകിച്ച് വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഒരൊറ്റ വ്യത്യാസം വരുന്നുള്ളൂ, അത് അലോയ് വീലിൻ്റെ ഡിസൈനിലാണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു 16 ഇഞ്ചിൻ്റെ ഒരു അലോയാണ്, ബ്ലാക്ക് പെയിൻറ്റഡ് ആണെന്ന് പറയാം. ഇത് നമുക്ക് ഈ ഒരു അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ സൈസ് വരുന്നത് നമുക്ക് 195/60 പ്രൊഫൈലുള്ള 16 അപ്പോൾ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് ആവും എന്നുള്ളതാണ് ഒരു ചേഞ്ച് വരുന്നത്. അതിന് താഴേക്ക് വന്നാൽ 15 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. അതും ടോപ്പ് 2 മാത്രമേ 16 ഉള്ളൂ. ബാക്കി എല്ലാത്തിലും നമുക്ക് 15 ഇഞ്ചായിരിക്കും ടയർ സൈസ് വരിക എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തെ 3 വേരിയൻറ്റിലും വീൽ കപ്പ് പോലും ഇല്ല. അതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. നമുക്ക് വീൽ കവർ വരെ ആരംഭിക്കുന്നത് 3ാമത്തെ വേരിയൻറ്റിലാണ്. 5ാമത്തെ വേരിയൻറ്റിലൊക്കെ നമുക്ക് 5ാമത്തെയും 6ാമത്തെ വേരിയൻറ്റിലൊക്കെ നമുക്ക് സ്റ്റെയിൽഡ് വീലാവുന്നുണ്ട്. അലോയ് ഏറ്റവും ടോപ്പ് എൻഡിലാണുള്ളത്. പിന്നെ ഒരു കുഞ്ഞു മാറ്റം പറയാനുള്ളത് 6 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം 195 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് പഞ്ചിൻ്റെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് മോശം റോഡുകളിൽ എടുക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സൈഡ് ക്ലാഡിംഗ് ഒക്കെ പഴയ പഞ്ചിലുള്ളത് തന്നെയാണ്, അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. ORMലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ORM രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ആദ്യത്തെ 2 വേരിയൻറ്റിൽ ഉണ്ടായിരിക്കില്ല. അത് ചെറിയൊരു മോശം കാര്യമാണ് എന്ന് പറയാം. അതൊക്കെ ഇന്നത്തെ കാലത്ത് സ്റ്റാൻഡേർഡാക്കി കൊടുക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ബേസ് വേരിയൻ്റ് വെച്ച് ബാക്കിയുള്ളതെല്ലാം കൊടുക്കേണ്ടതാണ്. പക്ഷേ മൂന്നാമത്തെ വേരിയൻ്റ് മുതലാണ് നമുക്ക് ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. അതും ഇതിനാകെ 2 ഡോർ ഹാൻഡിലേ പുറത്ത് വരുന്നുള്ളൂ, 2 ഫ്രണ്ട് ഡോറുകൾക്ക്. സൈഡിൽ ഓൾറെഡി ഈ മുകളിലാണ് വരുന്നത്. അപ്പോൾ അതെങ്കിലും അറ്റ്ലീസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കടമ ടാറ്റയ്ക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബേസ് വേരിയൻ്റ് മുതൽ കൊടുക്കേണ്ട ഫീച്ചറാണ്. പക്ഷേ മൂന്നാമത്തെ വേരിയൻ്റ് മുതലാണ് നമുക്ക് ബോഡി കളർ ഡോർ ഹാൻഡിൽസ് വരുന്നത് എന്നുള്ളതാണ്. ഇനി സൺറൂഫിൻ്റെ കാര്യം എടുത്തു പറയാനുള്ളതാണ്. നമുക്ക് സൺറൂഫിന് വേണ്ടി സെപ്പറേറ്റ് വേരിയൻസ് തന്നെ ടാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിന് ഞാനൊരു ലൈക്ക് കൊടുക്കുകയാണ്. കാരണം എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് സൺറൂഫ് ആവശ്യമില്ല, അതില്ലാത്തവരുണ്ട്. അപ്പോൾ ഫോഴ്സറായിട്ട് നമുക്കത് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ്. പക്ഷേ ഇതിൽ നമുക്ക് സൺറൂഫ് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സൺറൂഫ് വേണമെന്നുണ്ടെങ്കിൽ ഓരോ വേരിയൻറ്റിന് +S എന്ന് പറഞ്ഞിട്ട് ഒരു സബ് വേരിയൻറ്റ് കൊടുത്തിട്ട് ആ വേരിയൻസ് എടുക്കണം. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ വേരിയൻറ്റിൻ്റെ +S, അതായത് പ്യുവർ +S ആണ് ആദ്യത്തെ ഒരു വേരിയൻറ്റ് സൺറൂഫ് കിട്ടുന്നത്. നമുക്കൊരു ഓർഡർ നോക്കുകയാണെങ്കിൽ 4ാമത്തെ വേരിയൻറ്റിലാണ് നമുക്ക് സൺറൂഫ് ആരംഭിക്കുക എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ അഡ്വഞ്ചർ +S, പിന്നെ അക്കംപ്ലിഷ്ഡ് +S എന്നിങ്ങനെയുള്ള വേരിയൻറ്റുകളിലാണ് നമുക്ക് സൺറൂഫ് കിട്ടുള്ളൂ. ആ സൺറൂഫ് വരുന്ന വേരിയൻറ്റുകളിൽ മാത്രമേ നമുക്ക് റൂഫ് റെയിൽസ് ലഭിക്കുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു മാറ്റം. നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് ഷോറൂമിൽ നിന്ന് വെക്കണം എന്നുള്ള രൂപത്തിലാണ്. മുകളിലായിട്ട് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിനി കാണാനായിട്ട് സാധിക്കും. അതൊക്കെ മൂന്നാമത്തെ വേരിയൻറ്റ് മുതൽ ലഭിക്കുന്നുണ്ട്. ആ രൂപത്തിലാണ്. ഇത്രയാണ് വശങ്ങളിലെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി റിയറിലേക്ക് വന്നാൽ നമ്മൾ മുൻവശത്ത് അത്രയും ഇല്ലെങ്കിൽ പോലും കുറച്ച് മാറ്റങ്ങൾ ഇവിടെയും പറയാനുണ്ട്. ടോപ്പിൽ നിന്ന് തന്നെ നോക്കി തുടങ്ങാൻ നമുക്കൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ രണ്ടാമത്തെ വേരിയൻറ്റിൽ, ബേസ് വേരിയൻ്റ് വെച്ച് ബാക്കിയുള്ള വേരിയൻറ്റിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡിഫോഗർ രണ്ടാമത്തെ വേരിയൻറ്റിലാണുള്ളത്. അതുപോലെ വൈപ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ പക്ഷേ 5ാമത്തെ വേരിയൻറ്റ് പോകണം. എന്തായാലും ഡിഫോഗർ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് സ്റ്റാൻഡേർഡ് ആക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനും ഒരു ലൈക്ക് കൊടുക്കണം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത് ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ടാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാഹനം ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിയ പോലുള്ളൊരു സാധനം വന്നു കഴിഞ്ഞാൽ വിസിബിലിറ്റി ഇഷ്യൂവിനെ ബാധിക്കും. അപ്പോൾ അത് സേഫ്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് കൊടുത്തത് അടിപൊളിയായി. പിന്നെ വൈപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫോഗർ ആണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ജനറേഷൻ പഞ്ചിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്, ഒരു ഇൻഫിനിറ്റി ടെയിൽ ലാമ്പ് യൂണിറ്റ്. ഇതിങ്ങനെ അറ്റം മുതൽ കണക്ട് ചെയ്ത് വരുന്ന രൂപത്തിലാണ്. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ മൊത്തം മാറ്റിയിട്ടുണ്ട്, ഫുൾ LED ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ലഭിക്കുന്നത് ടോപ്പിൽ 2 വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ കണക്റ്റഡ് ലഭിക്കുള്ളൂ. ബാക്കിയുള്ള വേരിയൻറ്റിലൊക്കെ ഈ ഒരു പീസിൻ്റെ അവിടെ മാത്രമേ നമുക്ക് ഇലുമിനേഷൻ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ് അവിടെ വരുന്നൊരു കാര്യം. ക്യാമറ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി 360 ഡിഗ്രി ക്യാമറയുടെ പറഞ്ഞു. നോർമൽ റിയർ വ്യൂ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3ാമത്തെ വേരിയൻറ്റിലാണ് ഇതിൽ ടച്ച് സ്ക്രീൻ ആരംഭിക്കുന്നത്. ആ വേരിയൻറ്റ് മുതൽ നമുക്ക് റിയർ വ്യൂ ക്യാമറയും നമ്മുടെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പഴയ പൊസിഷൻ ഈ ഒരു ടാറ്റ ലോഗോയുടെ തൊട്ട് താഴെ ആയിരുന്നു ക്യാമറ. ഇപ്പോൾ അത് താഴേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറി പഞ്ച് എന്നുള്ള ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. അവിടെ താഴേക്ക് വന്നാൽ റിയർ ബമ്പറും റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കുറച്ചുകൂടി നമുക്ക് വളരെ വലിയ വാഹനത്തിൽ കാണുന്ന പോലുള്ളൊരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ പെയിൻറ്റഡ് പാർട്ടായിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഈ ഒരു സെൻട്രലായിട്ട് കാണാം. പിന്നെ ഇവിടെ വന്ന ചെറിയൊരു മാറ്റം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ പഴയ ജനറേഷനിൽ അല്ലെങ്കിൽ പൊതുവെ കാണാറുള്ളത് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് മുകളിൽ ഈ ഒരു D4ൻ്റെ ഭാഗത്തായിട്ടാണ്. പക്ഷേ ഈ വാഹനത്തിൽ നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് വരുന്നത് ഈ ലോഗോയുടെ തൊട്ട് താഴെ ഈ ഒരു പീസുണ്ട്. ഇവിടെ ആയിരിക്കും ഇതിൻ്റെ സ്റ്റോപ്പ് ലാമ്പ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഞാൻ ഓക്കെയാണ്. നമ്മൾ പ്രൈസ് അധികം കൂടിയിട്ടില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്മളൊരു എന്താ പറയുക പുതിയതാക്കി ഇറക്കിയിട്ടൊന്നുമില്ല, ചെറിയൊരു അപ്ഡേറ്റ് മാത്രം കൊണ്ടുവന്നൊരു വാഹനം എന്നുള്ള നിലയ്ക്ക് വേണ്ട മാറ്റങ്ങൾ നമുക്കിതിൽ കാണാനുണ്ട്. പക്ഷേ ബൂട്ട് ഓപ്പൺ ചെയ്താൽ എനിക്ക് കുറച്ച് പരാതി പറയാനുണ്ട്. കാരണം നോർമൽ നമുക്ക് 366 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഈവൻ നിങ്ങൾ CNG എടുത്താൽ കൂടി നമുക്ക് 210 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. പിന്നെ പ്രശ്നം എവിടെ വരുന്നത് വെച്ചാൽ, ഒന്നാമത്തെ പ്രശ്നക്കാരൻ ഇതാണ്. നമ്മുടെ പാർസൽ ട്രേ നമുക്ക് ടോപ്പിൽ 2 വേരിയൻറ്റിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം എന്നുള്ളതാണ് കേട്ടോ. അതും മിനിമം ഒരു ശരിക്കും ഒരു 3ാമത്തെ 4ാമത്തെ വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. മിനിമം ഒരു 5ാമത്തെ വേരിയൻറ്റെങ്കിലും തുടങ്ങേണ്ട ഒരു ഫീച്ചറാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്പെയർ വീൽ ഇതേ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനുണ്ട്. പക്ഷേ സ്പെയർ വീൽ എല്ലാവർക്കും കിട്ടില്ല. ഇത് 3ാമത്തെ വേരിയൻറ്റ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സ്മാർട്ടോ അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള പ്യുവർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെയർ വീൽ കിട്ടില്ല. ഒരു പഞ്ചർ കിറ്റ് മാത്രമേ പഞ്ചിൻ്റെ കൂടെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട്, അതായത് താഴ്ന്ന വേരിയൻറ്റുകളിൽ വെറും 10,000 രൂപ മാത്രമേ വില കൂടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, ആ ഒരു മൊത്തത്തിൽ ആ ഒരു റീഡിസൈൻ ചെയ്ത ഷേപ്പിന് മാത്രമേ നമുക്ക് മാറ്റം വരുന്നുള്ളൂ. ഇത്തരത്തിലുള്ള കോസ്റ്റ് കട്ടിങ് അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രൈസും കൂടാത്തത് എന്ന് പറയാം. അപ്പോൾ ടോപ്പിൽ ആദ്യത്തെ 2 വേരിയൻ്റ് എടുക്കുന്നവർ സ്പെയർ വീൽ കിട്ടില്ല എന്നുള്ളത് ഓർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് പുറത്തെ കാഴ്ചകൾ. ഇനി റിയർ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് മൊത്തം ടോപ്പ് വേരിയൻറ്റുകൾക്കാണ്.
താഴെയുള്ള വേരിയൻറ്റിൽ നോക്കാം. ബേസ് വേരിയൻറ്റിൽ നമുക്ക് പുറകിലേക്ക് പവർ വിൻഡോ ഇല്ല. രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ടാണ് നമുക്ക് 4 പവർ വിൻഡോസ് ആവുന്നത്. പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു. സോ കംപ്ലൈൻ്റ് ഇല്ല. അതുപോലെ തന്നെ ഇൻസൈഡ് ഡോർ ലിവറൊക്കെ ഒരു സിൽവർ ടച്ച് കാണാം. ഇത് ടോപ്പിൽ 2 വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് അത്തരത്തിൽ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ട്വിറ്ററിനുള്ളൊരു സ്പേസ് കാണാം. ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് ട്വീറ്റർ വരുന്നുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും നമുക്കവിടെ സ്പേസ് ഉണ്ടായിരിക്കും, നമുക്ക് പുറത്തുനിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു പുതിയ പഞ്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് മാറി തൈ സപ്പോർട്ട് കൂടി ആൾട്രോസിൻ്റെ പോലെ ആയി എന്നുള്ളതാണ്. പക്ഷേ അത് എല്ലാ വേരിയൻ്റ് എടുക്കുന്നവർക്കും ഇല്ല. ആ തൈ സപ്പോർട്ട് കൂടിയുള്ളത് ടോപ്പിലെ 2 വേരിയൻ്റ് എടുക്കുക, ഫുൾ ഓപ്ഷൻ അതിന് താഴെയുള്ള വേരിയൻ്റ് എടുക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ഫീച്ചർ കിട്ടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പുറകിലേക്ക് 2 കാണാം. അതും ടോപ്പിലെ 2 വേരിയൻറ്റുകൾക്ക് ഉള്ളതാണ്. ഇതിപ്പോൾ ടോപ്പിൻ്റെ തൊട്ട് താഴെ ആയിട്ട് കൂടി നമുക്ക് ആംറസ്റ്റ് ഇല്ല, കാരണം ടോപ്പിൽ മാത്രമേ നമുക്ക് ആംറസ്റ്റും വരുന്നുള്ളൂ. അതുപോലെ 5ാമത്തെ വേരിയൻറ്റ് തൊട്ട് എയർ പ്യൂരിഫയർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പിലേക്കുള്ള ഒരു ലെവലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴെയുള്ള വേരിയൻ്റ് എടുക്കുന്നവർക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് ഐസഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട്, അത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് അതിന് നമുക്ക് ടാറ്റയ്ക്ക് ഒരു ലേക്ക് കൊടുക്കാം. പിന്നെ റിയറിലേക്ക് AC വെൻറ്റ് നമുക്ക് 2ാമത്തെ വേരിയൻറ്റ് തൊട്ട് വരുന്നുണ്ട്. അതും അടിപൊളി ഒരു ഫീച്ചറാണെന്ന് പറയാം. ശരിക്കും AC വെൻറ്റ് പുറകിലേക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത് അത്ര വലിയ വാഹനമൊന്നുമല്ല, വലിയ ക്യാബിനൊന്നുമല്ല. അത്യാവശ്യം ഒരു ഫ്രണ്ട് AC തന്നെ ഇങ്ങോട്ട് എത്തും, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്നാലും പുറകിലേക്ക് ഉള്ളത് നല്ലതാണെന്നുള്ളതുകൊണ്ട് എന്തായാലും നല്ലൊരു ഫീച്ചർ എന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് C ടൈപ്പ് ചാർജിംഗ് പോർട്ട് കാണാം. അതും 15 വാട്ടിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. അത് 3ാമത്തെ വേരിയൻറ്റ് തൊട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടാണ് ഫ്രണ്ടിലെ സീറ്റ് ഉള്ളത്. അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം പഞ്ചിൽ ഇത്തരം കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, ഡയമെൻഷൻ മാറിയിട്ടില്ല, പ്ലാറ്റ്ഫോം മാറിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്പേസ് കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. എന്തായാലും തൈ സപ്പോർട്ട് കൂടിയത് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ലെഗ് റൂമൊക്കെ പഴയ പോലെ തന്നെയാണ്. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ കാര്യങ്ങളൊക്കെ നമ്മളൊരു കുറച്ച് അപ്രൈറ്റ് ആയിട്ടാണ് ടാറ്റ പഞ്ചിൽ ഇരിക്കേണ്ടത്. ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഹെഡ് റൂം പിന്നെ അത്യാവശ്യം ടോളായിട്ടുള്ള വാഹനം ആയതുകൊണ്ട് ഹെഡ് റൂം ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ റിയർ സ്പേസ് നിങ്ങൾ പഴയതും പുതിയതും കമ്പയർ ചെയ്യുമ്പോൾ സിമിലർ ആണ്. പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങളൊന്നും നമുക്ക് എടുത്തു പറയാനില്ല എന്നുള്ളതാണ്. ഇതാണ് ഡാഷ്ബോർഡിൻ്റെ ഒരു ഫുൾ വ്യൂ. പഴയ വാഹനമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഫീച്ചേഴ്സ് മുൻവശത്ത് കയറി ഇരുന്നിട്ട് തന്നെ നോക്കാം. ഇവിടെ ഹാൻഡിലായിട്ട് ഒരു അസിസ്റ്റീവ് ബട്ടൺ കാണാം. 5ാമത്തെ വേരിയൻറ്റ് മുതലാണ് ആ ഒരു കാര്യം നമുക്ക് ലഭിക്കുക. കാരണം 5ാമത്തെ വേരിയൻറ്റിലാണ് നമുക്ക് സ്മാർട്ട് കീയും അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ ലഭിക്കുന്നത്. പക്ഷേ ബേസ് വേരിയൻറ്റ് തൊട്ട് സെൻട്രൽ ലോക്കിംഗ് ഉണ്ട് കേട്ടോ. അതായത് അതിനൊന്നും കുറവൊന്നുമില്ല, നമ്മൾ കീട്ട് തിരിക്കൊന്നും വേണ്ട, സെൻട്രൽ ലോക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ പവർ വിൻഡോയുടെ കാര്യം ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഒരു ഫീച്ചർ കൂടി നമുക്ക് പവർ വിൻഡോയുടെ കാര്യത്തിൽ ആഡ് ആവുന്നത് എന്താ വെച്ചാൽ, ഏറ്റവും ടോപ്പിൻ്റെ എടുക്കുന്നവർക്ക് ഡ്രൈവർ സൈഡ് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഉള്ള പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി. 3ാമത്തെ വേരിയൻറ്റ് മുതൽ നമുക്ക് ഡ്രൈവറുടെ സീറ്റ് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതും ഒരു കിടിലൻ വേരിയൻ്റാണ്, കിട്ടിയ ഫീച്ചറാണ്. അതിന് ഞാനൊരു ലൈക്ക് കൊടുക്കുകയാണ്. കാരണം 3ാമത്തെ വേരിയൻ്റ് അത്യാവശ്യം എല്ലാവരും പരിഗണിക്കുന്ന ഒരു വേരിയൻ്റ് ആയിരിക്കും. അപ്പോൾ അതുമുതൽ തന്നെ നമുക്ക് മാനുവലി ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ തൈ സപ്പോർട്ട് കൂടിയത് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് 2 വേരിയൻ്റ് എടുക്കുന്നവർക്കേ പക്ഷേ ആ ഒരു ഫീച്ചർ കിട്ടുള്ളൂ. എന്തായാലും ഇത് നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് കുറച്ചൊന്നല്ല അത് ഉപകാരപ്പെടുക എന്നുള്ളതാണ്. ഇനി ഉള്ളിൽ കയറുമ്പോൾ പഴയ പഞ്ചിൽ നിന്നും പ്രധാന മാറ്റങ്ങൾ കുറച്ച് ഇവിടെയാണ് ഇനി പറയാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. നമ്മുടെ ടാറ്റയുടെ സിഗ്നേച്ചർ ടൈപ്പ് നമുക്കൊരു സ്മാർട്ട് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആവുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഫുൾ ബ്ലാക്കാണ് കാണുന്നത്. എന്തായാലും ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. നമ്മളൊരു ലെതർ ഫിനിഷിങ് അല്ലെങ്കിൽ ലെതർ റാപ്പിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ നോർമൽ റാപ്പിംഗ് ആണെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. അതൊക്കെ നമുക്ക് ടോപ്പിൽ ലഭിക്കുന്നുണ്ട്. ലെതർ റാപ്പും അതുപോലെ ഗിയർ നോബിനൊക്കെ ലെതർ കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പ് എൻഡ് ലഭിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് കിട്ടുക നോക്കി കഴിഞ്ഞാൽ, സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് 2ാമത്തെ വേരിയൻറ്റിലുണ്ട്. പക്ഷേ 2ാമത്തെ വേരിയൻറ്റിൽ ടച്ച് സ്ക്രീൻ ഇല്ല. പക്ഷേ 2ാമത്തെ വേരിയൻറ്റിൽ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസിൻ്റെ ഇപ്പോൾ 4 സ്പീക്കറുണ്ട്. അപ്പോൾ കമ്പനിക്ക് അറിയാതെ എടുക്കുന്നവരെന്തായാലും ഒരു ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയർ വെക്കും. അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി ഒരു സ്റ്റിയറിംഗിൽ കൺട്രോൾസും 4 സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ മ്യൂസിക് പ്ലെയറും കൂടി അവിടെ കൊടുക്കായിരുന്നില്ലേ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. എന്തായാലും കമ്പനി അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇനി ക്രൂയിസ് കൺട്രോൾ ഇവിടെ കാണാം. അതും നമുക്ക് 3ാമത്തെ വേരിയൻറ്റിൽ തൊട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അത്ഭുതപ്പെടുത്തിയൊരു ഫീച്ചറാണെന്ന് പറയട്ടെ. 3ാമത്തെ വേരിയൻറ്റിലൊന്നും ക്രൂയിസ് കൺട്രോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇന്ന് കേരളത്തിലെ റോഡുകളൊക്കെ നല്ലതായി വന്ന സമയത്ത് ക്രൂയിസ് കൺട്രോളൊക്കെ നമുക്ക് ഉപയോഗിച്ച് ഓടിക്കാനുള്ള ഒരുപാട് ഏരിയ നമുക്കുള്ളതുകൊണ്ട് അതും നല്ലൊരു ഫീച്ചറാണ്. അതിനൊരു ലൈക്ക് കൊടുക്കുകയാണ്. അതായത് പ്യുവർ പ്ലസ് എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻറ്റ് തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സ്ക്രീന് നമ്മുടെ MIDയിൽ ഒരുപാട് കളികൾ ടാറ്റ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഈ കാണുന്നത് പറഞ്ഞാൽ ഒരു 4 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് കാണുന്നത്. നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ഇത്തരത്തിലും 4 ഇഞ്ചിൻ്റെ ഒരു MID കാര്യങ്ങളൊക്കെ തന്നെയാണ് ലഭിക്കുക. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനായിട്ട് മാറുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ 360 ക്യാമറയുടെ ഭാഗമായിട്ട് ബ്ലെയിൻ വ്യൂ മോണിറ്റർ കാര്യങ്ങളും അത്തരത്തിലൊക്കെ നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു വലിയൊരു സ്ക്രീനായിട്ട്, ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്രീനായിട്ട് ഇവിടെ
വെക്കുമെന്നുള്ളതാണ്. അത് ടോപ്പ് എൻഡിൽ കിടിലൻ ഫീച്ചറാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത് പ്രതീക്ഷിക്കാത്തതാണ് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അത് അടിപൊളിയായ കാര്യമായിട്ട് തോന്നി. ഇതിലിപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് എന്ന് പറയാം. ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ, അതിൻ്റെ കൺട്രോൾ എടുക്കാനായിട്ട് നമുക്കിത് ഇവിടെ നോക്കിയാൽ ട്രിപ്പ് എ, ട്രിപ്പ് ബി, ഓഡോമീറ്റർ, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട കാര്യം നമുക്ക് ഇതിലറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരു കുറച്ച് വാണിംഗ് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ടാക്കോമീറ്റർ കാര്യങ്ങൾ, RPM മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നും പറയാം. പിന്നെ ടച്ച് സ്ക്രീൻ, എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു സാധനം ടച്ച് സ്ക്രീനാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് 10.4 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ്. ഇത് തന്നെയാണ് പഴയ പഞ്ചിലും ഉണ്ടായിരുന്നത്, അത് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ടോപ്പിലെ 2 വേരിയൻറ്റിൽ നമുക്കിത് കിട്ടുള്ളൂ എന്ന് മാത്രം. ബാക്കിയുള്ള വേരിയൻറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വേരിയൻറ്റ് തൊട്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അത് 8 ഇഞ്ച് ആയിരിക്കും വരിക. പക്ഷേ ആ 8 ഇഞ്ച് മുതൽ തന്നെ നമുക്ക് വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അതിനൊരു ലേക്ക് കൊടുക്കുകയാണ്. 20-22 ലക്ഷം വരുന്ന അല്ലെങ്കിൽ 28 ലക്ഷം വരുന്ന കിയ കാരൻസ് ക്ലാവിസിൽ പോലും വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ല എന്നുള്ളതാണ്. ആ സമയത്താണ് ഈ ഒരു 10 ലക്ഷത്തിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു ഇപ്പോൾ മൂന്നാമത്തെ വേരിയൻ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 7-8 ലക്ഷം റേഞ്ചിൽ വില വരുന്ന വണ്ടിയിൽ തന്നെ അത് വയർലെസ് ആയിട്ട് കൊടുത്തത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതിനും ഒരു ലേക്ക് കൊടുക്കുകയാണ്. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻറ്റിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ സിമിലർ ആണ്, ചേഞ്ച് ആയിട്ടില്ല. ഇവിടെ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്തു എന്നുള്ളൂ. ഓവറോൾ ഈ ഒരു ഷേപ്പ് തന്നെ ആയിരുന്നു പഴയ വാഹനം ഉണ്ടായിരുന്നത്. ഫുൾ ഹാർഡ് മെറ്റീരിയലിനാണ് കേട്ടോ. സോഫ്റ്റ് പ്ലാസ്റ്റിക് കാര്യങ്ങൾ നമ്മൾ ഈ വിലയിലൊന്നും ഒരു കമ്പനി തരുന്നില്ല. ഇതിനും നമുക്ക് അങ്ങനെ തന്നെയാണ്, അങ്ങനെ വരുന്നൊന്നുമില്ല എന്നുള്ളതൊന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു AC വെൻറ്റിന് ചുറ്റൊക്കെ ഒരു വൈറ്റ് ഫിനിഷ് കാര്യങ്ങളൊക്കെ, ഒരു ഗ്ലോസി എലമെൻറ്റ്, ഒരു കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. അവിടെ താഴേക്ക് വന്നാൽ AC കൺട്രോൾസും ബാക്കിയുള്ളതൊക്കെ ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. പേടിക്കേണ്ട, ടച്ച് കൺട്രോൾ നമുക്ക് ടോപ്പിൽ 2 വേരിയൻറ്റിലേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി താഴെയുള്ളവർക്കൊക്കെ നമുക്ക് ഫിസിക്കൽ റോട്ടറി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ലഭിക്കുക. ഇതിൽ അത് കൂടാതെ നമ്മൾ കൂടുതലും EV മോഡലിലേക്ക് നമുക്ക് ഈ ഒരു കൺസോൾ മാറിയിട്ടുണ്ടെന്ന് പറയാം. താഴെ കാണുന്നതൊക്കെ AC കൺട്രോൾസും ടെമ്പറേച്ചർ കൂട്ടുന്നത്, ഫാൻ്റെ സ്പീഡ് കൂട്ടുന്നതും കുറക്കുന്നതാണ്. ഇത് 360 ഡിഗ്രി ക്യാമറയുടെയാണ്. ക്യാമറ ക്വാളിറ്റി നമ്മൾ നോക്കിയില്ലാതെ കിടിലനായിട്ടുണ്ടോ, നല്ല ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറ വന്നിട്ട് കണ്ടോ. നമുക്ക് മുന്നിലിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് ഉണ്ടാവും, പുള്ളീനെ ഇതിൽ എങ്ങനെ കാണുന്നുള്ളത് നോക്കാം. കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ തന്നെയാണ്. ഇതേ കണ്ടോ, ഫോൺ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അതിൽ അറിയാണ്ട്. ഇതിപ്പോൾ രാത്രി ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ പകലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. 360 ക്യാമറയ്ക്ക് ഞാൻ ഒരു ലേക്ക് കൊടുത്താണ്, ഒരെണ്ണം കൂടി കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഇനി പറഞ്ഞു വന്ന് 360 ഡിഗ്രി ക്യാമറയുടെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ലോക്ക് അൺലോക്ക് ബട്ടൺ, ഹസാർഡ് ലാമ്പ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ. അതെങ്ങനെയുണ്ട്? അത് ടോപ്പിൽ 2 വേരിയൻറ്റിലേ ഉള്ളൂ. പക്ഷേ എന്തായാലും അതും ഒരു സേഫ്റ്റി ഫീച്ചറാണെന്ന് പറയാം. പിന്നെ എക്കോ മോഡും പവർ മോഡും, എക്കോ അല്ല സിറ്റി മോഡും, ഇക്കോ സിറ്റി എന്നിങ്ങനെ 2 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അത് സ്റ്റാൻഡാണ്. ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ആ ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് AC നമുക്ക് ഫുൾ ഓപ്ഷനിലല്ല കേട്ടോ, അതിന് താഴെയുള്ള വേരിയൻറ്റ് തന്നെ വരുന്നുണ്ട്. അതായത് 5ാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ മുതൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ താഴേക്ക് വന്നാൽ 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ് കാണാം. ഒരു 65 വാട്ടിൻ്റെ C ടൈപ്പ് ചാർജിംഗ് പോർട്ട് വന്നിട്ടുണ്ട്. അത് 3ാമത്തെ വേരിയൻറ്റിലാണ് ലഭിക്കുക. 2ാമത്തെ വേരിയൻറ്റിൽ നമുക്കത് C ടൈപ്പ് ചാർജിംഗ് പോർട്ട് ഉണ്ട്, പക്ഷേ 15 വാട്ടായിരിക്കും എന്നുള്ളേ ഉള്ളൂ. പിന്നെ സ്റ്റോറേജ് ഏരിയ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് വാഹനം കാണുന്നത്, നോർമൽ പെട്രോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്. അപ്പോൾ അതിൻ്റെ ഒരു ഗിയർ ലിവർ ഇവിടെ കാണാം, അല്ലെങ്കിൽ ഗിയർ സെലക്ടർ കാണാം. കപ്പ് ഹോൾഡേഴ്സ്, മാനുവൽ ഹാൻഡ് ബ്രേക്ക്, നമുക്ക് സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആംറസ്റ്റ്, അതിന് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കുഞ്ഞൊരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. പിന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അത് ടോപ്പിൽ 2 വേരിയൻറ്റിലാണ് വിത്ത് ലൈറ്റോട് കൂടി വന്നിട്ടുണ്ട്. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRMs വന്നിട്ടുണ്ട്. അതും നമുക്ക് ടോപ്പിൽ 2 വേരിയൻറ്റിലേ വരുന്നുള്ളൂ. പിന്നെ മാപ്പ് ലാമ്പ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് ഇതിൽ എടുത്തു പറയാനുള്ളത്. ഈ സേഫ്റ്റിയുടെ കാര്യം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് 50 കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ലോറിയിൽ ഇടിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത്, അതായത് ഓൾറെഡി 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനമാണ് ടാറ്റ പഞ്ച്. പുതിയതും അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് എന്ന് നിസ്സംശയം പറയാനായിട്ട് പറ്റും. സേഫ്റ്റി ഫീച്ചേഴ്സ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 എയർ ബാഗ്, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ്, അതൊക്കെ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ടുള്ള ഫീച്ചേഴ്സാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ മാനുവൽ എടുത്താലും ഓട്ടോമാറ്റിക് എടുത്താലും നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് ഹിൽ ഹോൾഡ് കൺട്രോൾ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതായത് നമ്മുടെ ഒരുപാട് ബിഗിനേഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ടാറ്റ പഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ തുടക്കകാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയറ്റത്തൊക്കെ നിർത്തുന്ന സമയത്ത് പുറകിലേക്ക് വണ്ടി ഇറങ്ങിപ്പോകാനുള്ള സാധ്യത. എന്നാലും നിങ്ങൾ പഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ബേസ് വേരിയൻ്റ് എടുത്താൽ പോലും ഹിൽ ഹോൾഡ് കിട്ടുന്നതുകൊണ്ട് അതിന് പേടിയില്ലാതെ ഓടിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ആകെ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കൺട്രോൾ കാണിച്ചിട്ടുണ്ടായി. അത് മാത്രമേ ടോപ്പ് 2 വേരിയൻറ്റിലൊക്കെ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് തരുന്നുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ഒരു എഞ്ചിൻ റൂം വന്നിട്ടുള്ളത്. ഇത് ഓൾറെഡി ടാറ്റയിൽ ഉണ്ടായിരുന്ന, നമ്മുടെ പഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 87 PS, 87.8 PS, 115 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ കർവിലും നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും കൂടി പഞ്ചിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ 87 PS എന്നുള്ളത് മാറിയിട്ട് 120 PS ആവുന്നുണ്ട്. 115 Nm ടോർക്ക് എന്നുള്ളത് 170 Nm ടോർക്കായിട്ട് മാറുന്നുണ്ട്. അതായത് വളരെ പവർഫുൾ ആയിട്ടൊരു വാഹനമായിട്ട് പഞ്ചിന് മാറും എന്നുള്ളതാണ്. ഇത് കൂടാതെ
CNG നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടുള്ള ഒരു CNG ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു വെറുതെ ഒരു ടാങ്ക് മാത്രം വെച്ചിട്ടുള്ളതല്ല. അതായത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 210 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ CNG ടാങ്ക് വെച്ചാൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ECU സിംഗിൾ ECU തന്നെയാണ് നമുക്ക് പെട്രോൾ CNG ഒക്കെ സ്വിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് CNG മോഡിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് CNG പഞ്ചിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ്. പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ മാറ്റങ്ങളോട് കൂടി വന്ന പഞ്ച് എടുക്കണോ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ടോപ്പ് എൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. അതിനുള്ള വർത്തായിട്ട്, അതായത് ഏകദേശം ഒരു 60,000-70,000 ഒക്കെയാണ് പഴയ മോഡലിൽ നിന്ന് കൂടിയിട്ടുള്ളത്. അപ്പോൾ അത് വർത്തായിട്ട് നമുക്ക് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് വണ്ടി പഴയത് കിട്ടാനുണ്ട്, ചെറിയ വേരിയൻറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇയർ ബാക്ക് ഒക്കെ ആയിട്ട് കിട്ടാനുണ്ടെങ്കിൽ ഇതിൻ്റെ ലോവർ വേരിയൻറ്റ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ പഴയ മോഡലിൻ്റെ ലോവർ വേരിയൻറ്റ് എടുക്കുന്നതായിരിക്കും. കാരണം പ്രൈസ് ഒരു കൂടുതൽ കൊടുക്കാൻ വേണ്ട, ഫീച്ചേഴ്സൊന്നും ഇതിൽ കൂടുതലായിട്ട് ആഡായി വന്നിട്ടില്ല ലോവർ വേരിയൻറ്റിൽ. അപ്പോൾ അതിലത്തെ ഫീച്ചേഴ്സ് തന്നെ വരുന്നുള്ളൂ. പ്രൈസ് വെറുതെ കൂടുതൽ കൊടുക്കുന്നതിൽ അർത്ഥം ലുക്കിന് വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി അത്തരത്തിൽ ബഡ്ജറ്റിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് പഴയ മോഡൽ തന്നെ ലോവർ വേരിയൻറ്റ്സ് എടുക്കായിരിക്കും കുറച്ചുകൂടി പൈസ ലാഭം കേട്ടോ. നമുക്ക് ലുക്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ചോയ്സ് അല്ല, ഇത് തന്നെ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.